ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ പാൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കടല വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഞാനത് കുക്കറിൽ കഴുകിയിടുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു സവോളയും പച്ചമുളകും ഇത്തിരി വേപ്പിലയും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ വേവിച്ച് ഇറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഇത്തിരി ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് മസാല ചേർക്കാം. ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ ഒരു അര സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. കടലയ്ക്ക് ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാലയേക്കാളും നല്ലത് മീറ്റ് മസാലയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞ് നമുക്ക് വേവിച്ചിരിക്കുന്ന കടലയും കൂടി നമുക്ക് ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാലൊന്നും നമ്മൾ പിഴിയണില്ല, തേങ്ങാപ്പാൽ ചേർക്കാതെയാണ് ഇന്ന് ഞാൻ കടലക്കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ മസാലയും ഒക്കെ ഞാൻ അതനുസരിച്ച് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഞാൻ മസാലയൊക്കെ ഇടണതിൻ്റെ അളവ് കുറയ്ക്കും. തേങ്ങാപ്പാൽ ചേർത്തില്ല എങ്കിൽ നമ്മളതിൻ്റെ അളവ് അല്പം കൂട്ടി കൊടുക്കും. നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നാലും ഒരുപാട് മസാല കുത്തോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കടലയൊക്കെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് പൊടിയൊക്കെ ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അങ്ങനെ പുട്ട് ഞാൻ ആവിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പെട്ടെന്ന് നമുക്ക് നേരത്തെ നനച്ച് വെച്ചതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മോൾക്ക് ക്ലാസ്സിൽ കൊടുത്തു വിടണം. അതിന് ക്ലാസ്സിലല്ല, കഴിച്ചിട്ട് പോകണം. പിന്നെ ചോറും കൊടുത്തു വിടണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ജോലി തീർക്കണുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്യാബേജ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മാങ്ങാ പച്ചടിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മോൾ പോയി കഴിഞ്ഞ് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിന്ന് പരിപ്പ് ഒത്തിരി മത്തങ്ങ ഇരിപ്പുണ്ട്, അതൊന്ന് നമുക്ക് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ ഞാൻ അരിഞ്ഞിട്ട് നമ്മൾ തേങ്ങയും പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഞെരടി കുഴച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കടുക് പൊട്ടിച്ചൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്യാബേജ് തോരനായിട്ടുണ്ട്. പിന്നെ ഞാൻ മാങ്ങാ പച്ചടിയാട്ടോ വയ്ക്കണത്. അപ്പോൾ മാങ്ങാ പച്ചടിയൊക്കെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രണ്ട് പേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മാങ്ങ ഉണ്ടായിരുന്നു അരിഞ്ഞ് നമ്മൾ മഞ്ഞളും ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഒരല്പം തൈര് ചേർത്താൽ കേട്ടോ. ഒരല്പം തൈരും കൂടി ചേർത്ത് നമ്മൾ തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. ഒരല്പം ജീരകമൊക്കെ ചേർത്ത് കേട്ടോ. അപ്പം അങ്ങനെ അതിന് നമുക്ക് കടുക് പൊട്ടിച്ചാൽ മതി. അപ്പോൾ ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി ഉള്ളി കൂടി മൂപ്പിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മാങ്ങാപ്പച്ചടിയൊക്കെ. പെട്ടെന്ന് നമുക്ക് മാങ്ങാപ്പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തേങ്ങ ഓൾറെഡി നേരത്തെ ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാങ്ങാപ്പച്ചടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ആ മോളെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ പരിപ്പും പിന്നെ ഇത്തിരി മത്തങ്ങയും കൂടി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത്തിരി ഇടിച്ച മുളകൊക്കെ ഇട്ടെടുക്കുകയല്ലേ. അപ്പോൾ അതൊന്ന് ഞാൻ ഒരുമിച്ച് തന്നെ വേഗം വെച്ചു. അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ഇടിച്ച മുളക് ഇടുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇത്തിരി പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.